ഹലോ, വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ബിഗ് ബോസിന്റെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നൊരു ഗിഫ്റ്റാണിത്. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ബർത്ത്ഡേ വരുന്നത് നെക്സ്റ്റ് മന്ത് ആണ്. ഇത്രയും വലിയ പെട്ടി, ഭയങ്കര കനമുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, നോക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ആരാണ് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. സജന എന്നാണ് അയച്ച ആളുടെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ദെൻ എനിക്ക് തോന്നുന്നു സീസൺ 5 മുതൽ ഞാൻ റിവ്യൂ ചെയ്യണ സമയത്തെ നമുക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഇന്നലെ ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ സർപ്രൈസ് ആയില്ല. ബിക്കോസ് ഇന്നലെ തന്നെ എൻ്റെ അടുത്ത് ഇതുപോലെയൊക്കെ കൊറിയറോ വല്ലതും വന്നു. അപ്പം ഞാൻ പറഞ്ഞു, കൊറിയറോ? എന്ത് കൊറിയർ? ഇല്ല, ഞാൻ ഒന്ന് അയച്ചായിരുന്നു കേട്ടോ, ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഗിഫ്റ്റോ എന്തിന്? അത് അടുത്ത മാസം ഇക്കടെ ബർത്ത്ഡേ അല്ലേ, അതിന് വേണ്ടി അയച്ചാണ്. കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചു ഗിഫ്റ്റ് വരുന്നെങ്കിൽ വരട്ടെ, പിന്നെ എന്താണ് നമുക്കൊരാൾ ഗിഫ്റ്റ് അയക്കാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അപ്പം അൺബോക്സ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല, ബിഗ് ബോസ് നടക്കുന്ന സമയമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പോഴും ഗിഫ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നപ്പോൾ ഇത്രയും വലിയൊരു സാധനം. അപ്പം ഇത്രയും വലിയ സാധനത്തിനകത്ത് എന്താണ് അയച്ചതെന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞാനത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ താങ്ക് യു സജന. നമുക്കൊരു ചെറിയ മുട്ടസൂചി ആണെങ്കിൽ കൂടിയും ആരെന്ത് ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ഗിഫ്റ്റ് തരുന്നത് അവർക്ക് എന്താ പറയുക, അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള മണിയാണ്. മറ്റൊരാൾക്ക് വേണ്ടി, അതായത് യൂട്യൂബിൽ മാത്രം കാണുന്ന എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് തരാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാനപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഓപ്പൺ ചെയ്യുന്നതിൽ വളരെ പിറകിലോട്ടാണ്, കാരണം നല്ല സമയമെടുക്കും. തുണി മുറിക്കുന്ന കത്രിക വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഭയങ്കര പിറകിലേക്കാണ് ഞാൻ ഈ ഓപ്പണിൻ്റെ കേസിൽ. ഓക്കെ, എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ഇവിടെ ഒരു ഓപ്പൺ കിട്ടിയിട്ടുണ്ട്. ഓ, ഇത്രയും വലിയ ഇതിനകത്ത് എന്തായിരിക്കും? എന്നാലും ബോംബൊക്കെ ഇട്ട് തകർത്ത്, ഒന്നാമത് സൈബർ അറ്റാക്കിൻ്റെ സമയമാണ്. ഇനി വല്ല ബോംബുകളും വരുന്നുണ്ടോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അഡ്രസ്സുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ അഡ്രസ്സ് വായിച്ചിട്ട്, ഞാൻ ട്രിവാൻഡ്രമാണ്, ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ആളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കുറേ പേര് സ്ഥലങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം ഓർത്ത് വെച്ചിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രോ കൊല്ലോ ആണെന്നാണ് ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. ഇപ്പം ഞാൻ തല കുത്തനെയാണോ പൊട്ടിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. തുറക്കോ? അയ്യോ അയ്യോ അയ്യോ, ഹേയ് ബ്ലൂമ. ഓ, എന്തോ ഒരു വലിയൊരു പെട്ടിയാണ് കേട്ടോ ഇത്. അയ്യോ, ഇനി ഇതിവിടെ വെച്ചേക്കാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് വെറും ടെർമോക്കോൾസ് മാത്രമാണുള്ളത്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹേ ബ്ലൂമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടി. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പേജ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം പേജ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു പാക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹേ ബ്ലൂമ, എന്തായാലും താങ്ക് യു. ഗാഡ്, അയ്യോ, ലൈഫിൽ ഇതുപോലെ ഇങ്ങനെ അയ്യോ അയ്യോ, നിങ്ങൾക്ക് എത്രത്തോളം അത് വിസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ, അടിപൊളി. എൻ്റെ പൊന്നേ, ഇത് ഹാമ്പർ എന്തോ ആണ്. ഹാമ്പറാണ് കേട്ടോ ഇത് സാധനം. എന്നാണ് എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും. ഇതേ കിറ്റ്കാറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, അടിപൊളി. ദെൻ എന്താ പറയുക, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. അയ്യോ, എൻ്റെ ഫോട്ടോസ്. അയ്യോ, അടിപൊളി അടിപൊളി കേട്ടോ, അടിപൊളി. അയ്യോ, ശോഭ ചേച്ചിയുടെ കൂടെ എടുത്ത പിക്ചർ. എൻ്റെ പല ടൈം, എൻ്റെ കഴിഞ്ഞ അതിന് മുന്നത്തെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ളത്. അൻഷിത, തമിഴ് ബിഗ് ബോസ് താരം അൻഷിതയുടെ കൂടെ എടുത്ത പിക്ക്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള പിക്കുകളാണ് കേട്ടോ ഇതെല്ലാം.
ആര്യ ചേച്ചി സീസൺ 2 ആര്യയുടെ കൂടെ എടുത്ത പിക്ക് ഉണ്ട്. വീണ്ടും എൻ്റെ ഒരു സിംഗിൾ പിക്കാണ്. അയ്യോ അയ്യോ ജാസ്മിൻ ജാഫറിന്റെ കൂടെ എടുത്ത പിക്ക്, ജാസ്മിൻ ജാഫറിന്റെ കൂടെ എടുത്തത്. അഭിഷേക് ബ്രോയുടെ കൂടെ എടുത്ത പിക്കൊക്കെ തന്നിട്ടുണ്ട്. അഭിഷേക് ബ്രോയുടെ കൂടെ എടുത്ത പിക്ക് എൻ്റെ സിജോ ബ്രോ എവിടെയാ നോക്കട്ടെ, ഇതിനകത്ത് ഇല്ലേ എന്തോ. അഭിഷേക് ബ്രോനെ വെച്ചെങ്കിൽ ഉറപ്പായിട്ടും സിജോ ബ്രോനെ വെക്കാനുള്ളതാണ്. ഇതെൻ്റെ ഒരു ലേറ്റസ്റ്റ് പിക്കാണ്. യമുന ചേച്ചി, നമ്മുടെ യമുന ചേച്ചിയുടെ കൂടെ എടുത്ത പിക്ക് ഉണ്ട്. ദെൻ ഇതൊരു ബിഗ് ബോസ് വൈസ് സമ്മാനമായി പോയ കേട്ടോ, ഇത് അടിപൊളി. ഇത് എൻ്റെ ഒരു പൊട്ടക്കത്തോട്ടിൻ്റെ അടുത്തൊരു പിക്ചറ്. ഇതൊക്കെ എത്രയോ നാളുകൾ പഴക്കമുള്ള ഫോട്ടോസ് എന്നറിയാവോ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ. എൻ്റെ ചേട്ടനും ചേട്ടത്തി ഇല്ലാതെ എന്ത് പിക്ക്, സിജോ ബ്രോവും ലിനി ചേട്ടത്തിയും കൂടിയുള്ള പിക്കാണിത്. ഇത് ഞാൻ ഏതോ പുഴയുടെ കരക്കിലിരുന്നെടുത്ത ദ ലാസ്റ്റ് പിക്ക്. അയ്യോ താങ്ക് യു സോ മച്ച്, ഭയങ്കര മെമ്മറബിൾ ആണ് എനിക്ക് സാധനം. ഇനി അടുത്ത് എന്താ ഉള്ളത്, അച്ചടാ അയ്യോ അയ്യോ ഇത് തല കുത്തി ഞാൻ പിടിച്ചത് തിരിഞ്ഞു പോയി. അടിപൊളി, നല്ല രസമുണ്ട്. ക്യൂട്ടി പാണ്ട പാണ്ട, അയ്യോ അടിപൊളി. ദെൻ മിഠായികളുണ്ട്. ഹർഷി കിസ്സസ് മിൽക്ക് ചോക്ലേറ്റ്. ഓക്കെ. ദെൻ മിൽക്കി ബാർ 1, 2 ഇനിയുണ്ട്. ബിഗ് ബോസിൻ്റെ തന്നെ എല്ലാവരും ഇടുന്ന ഒരു ബിഗ് ബോസ് ചെയിൻ. എനിക്ക് തോന്നുന്നു എല്ലാവരും ബിഗ് ബോസിൻ്റെ ഒരു മാല അവരുടെ കഴുത്തിലിടാറുണ്ട്. ഇപ്പം ജെൻഡർ ഒന്നും നോക്കാതെ മാലകളൊക്കെ ഇടുന്ന സമയമാണല്ലോ. ഒരു ബിഗ് ബോസിൻ്റെ ചെയിൻ, അടിപൊളി. ബിഗ് ബോസിൻ്റെ ഒരു ചെയിനാണ്, പൊളി 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 പൊളി. കണ്ണൊക്കെ ബിഗ് ബോസിൻ്റെ ലോഗോയൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം. ഓക്കെ, അടിപൊളി. വീണ്ടും കിറ്റ്കാറ്റ് ഉണ്ട്. എൻ്റെ ഒരു സിംഗിൾ പിക്കാണ് പെരുന്നാളിന് എടുത്തത്. എന്തായാലും എൻ്റെ അടുത്ത് സ്നേഹമുള്ള ആൾ തന്നെയാണ്. എനിക്ക് സൺസ്ക്രീനൊക്കെ അയച്ചിട്ടുണ്ട്. ഡേ കോൺസ്ട്രക്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര റേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനൊക്കെ. ഒരു മിക്കി മൗസിൻ്റെ ഒരു കീ ചെയിൻ. എന്താണാവോ, എനിക്ക് കള്ള് കുടിക്കാനുള്ള ഗ്ലാസ് വല്ലതും ആണോ, അവിടെ ഇരിക്കട്ടെ. ദെൻ ഒരു കത്രിക അയച്ചിട്ടുണ്ട്. മീശ വെട്ടാനായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. രാമചന്ദ്രനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നമായ കിൻഡർ ജോയ് തീരുന്നില്ല, ഇതിനകത്ത് ഇനിയുണ്ട്. ഒരു ബെൽറ്റ് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അയ്യോ, ഇനി ഇതേ ഒരു മിൽക്കി ബാർ. വീണ്ടും എഗെയിൻ 2 കിറ്റ് കാറ്റ്സ്. എൻ്റെ പൊന്നെ. ദെൻ ഇനിയൊരു സാധനം കൂടെ ഉണ്ട്, ഒരു അടിപൊളി ഷർട്ട്. ഇത് വയലറ്റ് കളറാണോ? ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് വയലറ്റ്, ഇവിടെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഗുഡ്. അയ്യോ തീർന്നോ? ഇല്ല ഇനിയുണ്ട്. ഇനി എനിക്ക് എഴുതാനായിട്ട് ഹീറോ പെൻ. എൻ്റെ ഓൾറെഡി ഹീറോ പെൻ ഉണ്ടായിരുന്നു, എല്ലാം ഇപ്പം യൂസ് ചെയ്യലില്ല. അപ്പം ദെൻ ഹീറോ പെൻ. ബാക്കി തെർമോക്കോൾ പീസസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം കൂടി ഇരിപ്പുണ്ട്, നോക്കട്ടെ. എന്തായാലും ഇത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓക്കെ, ഒരു എഴുതാനായിട്ടുള്ള ഒരു ബുക്കും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്തോ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടെ മക്കളെ. ഭയങ്കര സന്തോഷം. ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചു തന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അയ്യോ താങ്ക് യു സോ മച്ച് സജന. ഒന്നും പറയണ്ട, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്കിത് അയച്ചു തന്നിരിക്കുന്നത് എന്താ, ഹേ ബ്ലൂം ആണ്. ഹേ ബ്ലൂം എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഹേ ബ്ലൂം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടിച്ച് പൊളിക്ക്. ഹേ ബ്ലൂമല്ല, ഹേ ബ്ലൂമ. ഓക്കെ, അടിപൊളി. ഈ ഇഷ്ടപ്പെട്ടോട്ടോ, എല്ലാം കൊള്ളാം, അടിപൊളിയാണ്.
അപ്പോൾ എന്താ ഇതുപോലത്തെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. ബിഗ് ബോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നവംബർ 22 എൻ്റെ ബർത്ത്ഡേക്ക് ഒക്ടോബർ 22 മുന്നേ അയച്ചു തന്ന സജനയ്ക്ക് ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ.